ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാത്രിയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു സ്മൈലി എങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ രാത്രി ഒരു 8 മണിയൊക്കെ ആയിക്കണം കേട്ടോ. കിച്ചണിൽ വന്നപ്പോൾ നാളെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ച് വെക്കാണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യുന്നത്. അരച്ച് വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്യുകയാണെങ്കിൽ മാവ് നല്ലോണം പൊങ്ങി വരും കേട്ടോ. ദോശ നല്ലോണം റെഡിയാവും ചെയ്യും. ഇന്ന് രാത്രിക്ക് നല്ല അടിപൊളിയൊരു കൂന്തൽ തവ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൾക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ തവ മസാലയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഒരു തവ അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കണേ. അതിൽക്കൊരു 2.5 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തേക്കണേ. അത് മെൽറ്റായിട്ട് വരുമ്പോൾ 2 ഏലക്കായ, 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കൂന്തൾ ഒരു വൈറ്റ് കളറായിട്ട് കൂന്തൾ ഇങ്ങനെ ഒരു ചുരുണ്ട് വരുമല്ലോ, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3 മീഡിയം സൈസിലുള്ള വലിയുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 വലിയ തക്കാളി കട്ട് ചെയ്തതും 3 പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇനിയിപ്പോൾ പൊടികളൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കൂന്തൾ അവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ നാളെ ഞാൻ ദോശക്ക് അരച്ച് വെച്ചിക്കണല്ലോ, അപ്പോൾ ഗീ പൊടി ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ചമ്മന്തിപ്പൊടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 1/4 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് നമ്മൾ കറി വെക്കണ പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പൊട്ടുകടലയും എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളകും കുറച്ചധികം കരിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിതാ അതുപോലെ നല്ലോണം കരിയാതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തുക്കണേ. ഇനിയിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടാറിയാൽ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആ ടൈമിൽ ഇതാ കൂന്തളൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിക്കണേ. ഇനിയും വേവാണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കൂന്തളൊക്കെ വെന്തിട്ട് മസാലയൊക്കെ നല്ല തിക്കായിട്ട് നല്ലോണം അങ്ങനെ വരട്ടി എടുത്തുക്കണം കേട്ടോ. ഈ ടൈമിൽ അതിലേക്ക് ഒരു 1/2 ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തുക്കണേ. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും. പിന്നെ ഈ ക്യാപ്സിക്കം ഫുള്ളായിട്ട് വേവണ്ട കേട്ടോ, ഒരു 1/4 വേവായാൽ മതി. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ക്യാപ്സിക്കൊക്കെ നല്ലോണം വെന്ത് കൂന്തൾ നല്ല സെറ്റായിട്ട് വന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കൂന്തൽ തവ മസാല റെഡിയായി. അപ്പോൾ നമ്മൾ എപ്പോഴും കൂന്തൽ ഉണ്ടാക്കി കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ദോശയാണ് കേട്ടോ സൈഡായിട്ട് ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ആ ഒരു ചമ്മന്തിപ്പൊടി പൊടിച്ചെടുത്തിരുന്നു. ഇനിയിപ്പോൾ ഇത് ഇപ്പം ഞാൻ പുറത്താണ് കേട്ടോ വെക്കണത്. കുറച്ചധികം ഉണ്ടെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, എന്നാൽ പിന്നെ പേടിയില്ലല്ലോ കേട് വരും എന്നുള്ള. ഇതിപ്പോൾ ഞാൻ രാവിലെ യൂസ് ചെയ്യാനുള്ള കാരണം പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കണത്. ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് അത് കഴിഞ്ഞിട്ട് കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം. അങ്ങനെ കിച്ചണിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ രാവിലെ നമ്മൾ വീടൊക്കെ ക്ലീൻ ആക്കിയിടുന്ന പോലെ തന്നെ രാത്രി നമ്മളിതുപോലെ ക്ലീൻ ആക്കിയിട്ടിട്ടാൽ രാവിലെ നമ്മൾ നീക്കുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വീട് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു സമാധാനമായിരിക്കും. പിന്നെ ഇപ്പോൾ ഇതാ രാവിലെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാവ് അരച്ച് വെച്ചത് ഇതുപോലെ നല്ലോണം പൊന്തി വരികയാണെങ്കിൽ നല്ലൊരു സന്തോഷമാണല്ലേ. അങ്ങനെ ആർക്കൊക്കെ ഉണ്ടാവില്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. അപ്പോൾ ഇതാ ദോശ ജസ്റ്റ് ഒന്ന് ആയി വന്നപ്പോൾ ഞാൻ കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് നെയ്യ് കുറച്ചധികം കൊടുക്കണമൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ നെയ്യ് ആക്കി കൊടുത്തിക്കണം കേട്ടോ. അതിൻ്റെ മുകൾക്ക് ഇതാ ഈ ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ഗീ പൊടി ദോശ റെഡി ആയിട്ടോ. ഈ ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് ഇഡ്ഡലിൻ്റെ മുകളിലും അതുപോലെ ഊത്തപ്പത്തിൻ്റെ മുകളിലും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ദോശ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കി. പിന്നെ നമുക്ക് ഈ ഒരു ചമ്മന്തിപ്പൊടി ചോറിൻ്റെ കൂടെ വെളിച്ചെണ്ണ ചാലിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കട്ടെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.